ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രോണിക്സ് ബ്ലോവറാണ്. ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്ലോവറാണ് നിർമ്മിച്ചെടുക്കുന്നത്. ഇത് അടുപ്പിലെ തീയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ഊതാതെ തന്നെ തീ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചെടുക്കുന്നത്. വീഡിയോസ് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോട് ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഇതിൻ്റെ ഒരു കേസ് നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മൂടി നമുക്കൊന്ന് തുളച്ചെടുക്കേണ്ടതുണ്ട്. അതിന് ഞാൻ ഒരു വയറിങ്ങിൻ്റെ അരഞ്ച് പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ അരഞ്ച് പൈപ്പ് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ചൂടാക്കിയോ ഡ്രില്ല് ചെയ്തോ ഒന്ന് ആ അകതിയിൽ നമുക്കൊന്ന് ഒരു ഹോൾസ് എടുക്കേണ്ടതാണ്. നമ്മൾ ആ മാർക്ക് ചെയ്ത് അതിനെ തുളച്ചതിന് ശേഷം അതിലേക്ക് നമ്മളുടെ അരഞ്ച് പൈപ്പ് അതിലേക്ക് ഇറക്കി വെക്കണം. അത് നമ്മുടെ എയർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ബ്ലോവർ കറങ്ങുന്ന സമയത്ത് ഈ പൈപ്പിൽ കൂടെയാണ് നമ്മുടെ എയർ പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് ഈ പൈപ്പ് കൂടെ മാത്രം വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലെ എല്ലാ സൈഡും ഒന്ന് അടയ്ക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് എംസിലോ, ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് എംസിലോ ഗ്ലൂ ഗണ്ണോ എന്തും ഉപയോഗിക്കാം. നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് അത് പൈപ്പ് ഒന്ന് ഇളകി പോകാതിരിക്കാനും പിന്നെ സൈഡിൽ കൂടെ എയർ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യമായി വരുന്നത് ഇതിന് ഒരു ഫാനാണ്. അത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കൂളിംഗ് ഫാനാണ്, DC 12 വോൾട്ടിൻ്റെ. ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ കൂളിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫാനാണ്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറിലും അതിൻ്റെ IC ഒക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇത് ഷോപ്പിൽ ഏകദേശം ഒരു 50 രൂപ കൊടുത്താൽ നമുക്ക് വാങ്ങാൻ കഴിയും. ഇത് നമ്മുടെ പാത്രത്തിൽ അതിൻ്റെ അളവ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത്, ഇത് നമുക്ക് പാത്രം കുറച്ച് ചെറുതായത് കൊണ്ട് ഞാൻ അതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ്. നിങ്ങളത് പാത്രം കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, സ്ക്വയറിൽ തന്നെ വെച്ചാൽ മതി. ഇത് നമ്മുടെ പാത്രത്തിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് അതിൻ്റെ അളവെടുത്ത് ഒരു പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അതൊരു ആക്സൽ ബ്ലേഡോ കട്ടറോ എന്ത് വേണമെങ്കിൽ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കട്ടർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കട്ട് ചെയ്തെടുത്ത ഈ ഫാന് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇത് ഫുള്ള് അടി തട്ടാത്ത വിധത്തിൽ വേണം ചെയ്യാൻ. കുറച്ചും കറങ്ങുമ്പോൾ അടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം മുകളിലേക്ക് നിൽക്കുന്ന വിധത്തിലായിരിക്കണം ഫാൻ വെക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഫാനിൻ്റെ ആ കട്ടിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമേ എയർ വലിക്കാവൂ. നമ്മുടെ ഈ പാത്രത്തിൽ നമ്മൾ കട്ട് ചെയ്ത് അവിടെ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അത് ഇവിടെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറോ അങ്ങനെ വെച്ചതിന് ശേഷം ഗ്ലൂ ഗണ്ണോ എംസിയിലോ വെച്ച് നല്ലവണ്ണം അടയ്ക്കണം. അതുപോലെ തന്നെ ഈ ഫാനിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫാനിന് നമുക്ക് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫാന് മറച്ച് വെച്ചാൽ റൊട്ടേഷൻ, കാറ്റ് ഒരു ഭാഗത്തേക്കാണെങ്കിൽ ആ ഫാന് തിരിച്ച് വെച്ചാൽ നമുക്ക് ഉള്ളിലേക്കാണ് കാറ്റ് വരുന്നതെങ്കിൽ അത് പുറത്തേക്ക് ആക്കാൻ ഫാനൊന്ന് മറച്ച് വെച്ചാൽ മതി. നമുക്കിപ്പോൾ കാറ്റ് വേണ്ടത് ഉള്ളോട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആ ഡയറക്ഷനിൽ എങ്ങനെയാണ് കാറ്റ് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അവിടെ സെറ്റ് ചെയ്യണം.
നമ്മളിനി ഇതിൻ്റെ എയർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ അടപ്പും അതിനുള്ള പൈപ്പും നമ്മൾ ഇതിൽ നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ ഈ കേസ് ഏകദേശം പൂർത്തിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഫാൻ കറങ്ങാൻ ആവശ്യമായ അതിൻ്റെ സപ്ലൈ റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 9 വോൾട്ട് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിനൊരു ഹോൾഡറും വേണം. അതിന് വേണ്ടിയിട്ട് അത് ഓഫാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മൈക്രോ സ്വിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മൈക്രോ സ്വിച്ചിന് 2 എൻഡുകളാണുള്ളത്. ഇതിൽ 2 എൻഡ് നമ്മൾ ഒരു വയർ ഉപയോഗിച്ച് 2 തല സോൾഡർ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും മറ്റേ ഭാഗം നമ്മുടെ ഫാനിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. നയൻ വോൾട്ട് ബാറ്ററി നമ്മളിവിടെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക്, അതായത് അതിൻ്റെ ഈ തടി കൂടിയ ഭാഗം കണക്ടർ നെഗറ്റീവും തടി കുറഞ്ഞത് പോസിറ്റീവുമാണ്. അതിൻ്റെ ഫാനിൻ്റെ നെഗറ്റീവ് നമുക്ക് ഇതിൻ്റെ നെഗറ്റീവിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യാം. ഇതിൻ്റെ പോസിറ്റീവിലേക്ക് നമ്മൾ ഈ സ്വിച്ച് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഫാനിൻ്റെ ആ റെഡ് വയർ നമ്മൾ നേരെ ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നു. സ്വിച്ചിൻ്റെ മറ്റേ എൻഡ് നമ്മൾ ബാറ്ററിയുടെ പ്ലസ്സിലേക്ക് കണക്ട് ചെയ്യുന്നു. വെച്ചാൽ നമുക്ക് ഈ സ്വിച്ച് ഒരു പുഷ് ബട്ടൺ ടൈപ്പ് സ്വിച്ചാണ്. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ പ്രസ് ഒഴിവാക്കുന്ന സമയത്ത് അത് ഓഫാകുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററിയുമായി കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണക്ടറും കൂടെ ഉപയോഗിച്ച് ആ പോസിറ്റീവ് അതിൻ്റെ തടി കൂടിയ ഭാഗത്തേക്ക് നമ്മൾ പോസിറ്റീവും തടി കുറഞ്ഞതിലേക്ക് നെഗറ്റീവും ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഇത് വർക്കിംഗ് ആയിരുന്നത് കാണാം. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതൊന്ന് അടുപ്പിലൊന്ന് തീ കത്താത്ത അടുപ്പിലേക്ക് ഒന്ന് ഓണാക്കി വെച്ച് നോക്കാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടുകൂടി വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.